എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങള് മലയാറ്റൂർ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, മീൻസ് 31-ാം തീയതി. പപ്പാനിനെ കത്തിക്കാൻ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നല്ല തിരക്കായിരിക്കും എന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങള് കുറച്ച് നേരത്തെ ഞങ്ങൾ പോയിട്ട് ഒരു 8:30 സംതിങ് ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പൊ അതിന്റെ കുറച്ച് വിഷ്വൽസ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ അത് നിങ്ങളെ കാട്ടിത്തരാം. പിന്നെ ഞങ്ങള് പടക്കം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഉണ്ട്. വേറെ വിശ്വാസം പിന്നെ ഞങ്ങൾ മന്തി വാങ്ങിച്ചിരുന്നു. കാരണം ന്യൂ ഇയർ പുതിയ വർഷം തുടങ്ങാൻ പോകണല്ലോ. അപ്പൊ നമ്മള് ലാസ്റ്റ് ആയിട്ട് ഒരു മന്തി ഒക്കെ കഴിക്കണമല്ലോ. അപ്പൊ ഞങ്ങള് കുറച്ച് മന്തി വാങ്ങിച്ചിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് വിഷ്വൽസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ചെറിയൊരു ന്യൂ ഇയർ വ്ളോഗാണിത്. അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളവിടെ എത്തിയത് ഒരു 7 മണി അടുപ്പിച്ചായപ്പോഴാണ് ഞങ്ങൾ മലയാറ്റൂർ എത്തിയത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു നക്ഷത്രതടാകം. ഇത് ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ പോകാറുണ്ട്, ഞങ്ങളങ്ങനെ മുടങ്ങാറില്ല. ഇതെനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത് 2017-ലായിരുന്നു. അന്ന് തൊട്ട് ഞങ്ങൾ ഇന്ന് വരെ ഞങ്ങൾ പോകാറുണ്ട് എല്ലാ വർഷവും മുടങ്ങാണ്ട്. ഫസ്റ്റ് ഇയർ പോയത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞാനും ചേച്ചിയും പപ്പയും കൂടിയും പോയത്. അന്നൊക്കെ നല്ല തണുപ്പായിരുന്നു, ഞാനും നല്ല ചെറുതായിരുന്നു ഞാൻ. അപ്പോൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് പോയത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങൾ 3 പേരും പോയത്. പിന്നെ ഞങ്ങൾ മുകളിൽ അടിവാരത്ത് ചെന്നു. അടിവാരത്ത് നിന്ന് മുത്തപ്പൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നേരം ഒരു കൊന്തയൊക്കെ ചെല്ലിയിട്ടാണ് ഞാനും മമ്മിയും പിന്നെ കാർണിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോയത്. അത് മുടങ്ങാണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പം ആ വഴി ഞങ്ങളിപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോയാൽ പോലും ഞങ്ങൾ ചെല്ലും. തോമസ് ലീഗയുടെ അടിവാരത്ത് ചെന്ന് അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, ഇത് കണ്ടില്ലേ ഇപ്പോൾ സ്റ്റാച്ചു. ഇവിടെ ചെന്ന് നമ്മൾ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ പോവാറ്. ആ വഴി ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ ആ സമയത്ത് മല കയറാൻ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ. അത് രാത്രിയിൽ അവർ വെട്ടോട്ടാണ്. അപ്പം മല കയറുന്നവർക്ക് കയറാൻ പാകത്തിനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ താഴത്തേക്ക് നടന്ന് കാർണിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ തിരക്ക് വന്ന് തുടങ്ങുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഞങ്ങൾ നേരത്തെ ചെന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തിരക്കായി തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കാർണിവൽ നടക്കുന്ന അകത്തേക്ക് നമ്മൾ കയറുന്നത്. ഇതാണ് എൻട്രൻസ് പോർഷനാട്ടോ. അതിൽ ഉള്ളിലേക്ക് കയറിയിട്ടാണ് നമ്മൾ അകത്തേക്ക് കിടക്കേണ്ടത്. ഞങ്ങൾ എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് അകത്ത് കയറിയപ്പോൾ തന്നെ മമ്മി കിച്ചണിലേക്കുള്ള എന്തോ സെറാമിക്കിൻ്റെ സാധനങ്ങൾ കണ്ട് അത് വാങ്ങണമെന്ന് പറഞ്ഞ് നിന്ന് അത് വാങ്ങിച്ചു. പിന്നെ അവിടെ കുറച്ച് ഗെയിംസ് ഉണ്ടായിരുന്നു കാർണിവൽ സ്ഥലത്ത്. അപ്പോൾ ആ ഗെയിംസൊക്കെ കണ്ട് നിന്ന് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. നമ്മൾ ഗെയിം കളിക്കാനൊന്നും പോയില്ല, കാരണം നമ്മൾ ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ട്, പക്ഷെ കളിച്ചുമ്പോഴൊന്നും കിട്ടാറില്ല. അപ്പോൾ പിന്നെ വെറുതെ കാശ് കളയണ്ടാരെന്ന് ഓർത്ത് കളിക്കാൻ നിന്നില്ല. അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ ബൺമസ്ക ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബൺമസ്ക അത് ട്രെൻഡിങ് ആയിട്ടും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും മമ്മിയും അത് വാങ്ങിച്ച് കഴിച്ചു, ബൺമസ്കയും ചായയും. എനിക്കിത് കഴിച്ചിട്ട് ഒരു 10-ൽ ഒരു 6 ഒക്കെ കൊടുക്കാനാണ് തോന്നിയത്. കാരണം എനിക്കത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല, മമ്മിക്കും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത് മമ്മി. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാൻ നിന്നു, അത് കഴിച്ചു. പിന്നെ ഞങ്ങൾ കാർണിവലിൻ്റെ മെയിനായിട്ടുള്ള സ്ഥലത്തേക്ക് പോയി. കാർണിവൽ നടക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. പിള്ളേർ കയറുന്ന ഗെയിംസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്ക് പറ്റിയ കുറച്ച് ഗെയിം ഐറ്റംസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വലിയവർക്കും ഉണ്ടായിരുന്നു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം ഇതിലൊക്കെ കയറാൻ നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്യൂ നിന്ന് കയറാൻ നേരമില്ലാത്തത് കൊണ്ട് നമ്മളതിലൊന്നും നിന്നില്ല. മരണക്കിണറിൽ കയറാൻ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാ സംഭവങ്ങളും കണ്ട് കടകളിലൊക്കെ കയറി കുറച്ച് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ശരിക്കും പോയത് പപ്പാനീനെ കാണാനാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പോയി പപ്പാനീനെ കണ്ടു. കാരണം കത്തിക്കാൻ നിൽക്കാൻ നമുക്ക് നേരമില്ല, നമുക്ക് വീട്ടിലേക്ക് പോകണം. കാരണം ഒരുപാട് രാത്രിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയിൽ അവിടെ ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു 2 പിള്ളേർ. അപ്പോൾ അത് കണ്ട് കുറച്ച് നേരം നിന്നു ഞങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? അടിപൊളിയായിരുന്നില്ലേ? നല്ല രസമുണ്ടായിരുന്നു. ഈ തണുപ്പ് സമയത്ത് അല്ലെങ്കിൽ ഡിസംബർ മാസം കേൾക്കാൻ പറ്റിയ നല്ലൊരു പാട്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബജ്ജിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ്. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പം അത്രേ ഉള്ളൂ. ഏതൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഞങ്ങളിപ്പോൾ എവിടെ പോയിട്ട് വന്നേ? ഞങ്ങള് മലയാറ്റൂര് നക്ഷത്രതടാകം കാണാൻ പോയതാണ്. അപ്പൊ ഇന്നാണ് അവിടെ പപ്പാനീനെ കത്തിക്കണത്. പക്ഷെ പപ്പാനീനെ കത്തിക്കുന്നത് 12 മണിക്കായതും കൊണ്ട് കുറെ നേരം നിക്കണമല്ലോ. അപ്പൊ പിന്നെ അവിടെ റോഡ് ബ്ലോക്ക് ഒക്കെ ആയിരിക്കും. അപ്പൊ ഞങ്ങൾ ഓർത്തു നക്ഷത്രതടാകവും പപ്പാനീനെയും കണ്ടു. പിന്നെ അവിടുത്തെ ഗെയിംസും സംഭവങ്ങളൊക്കെ കണ്ടു. ഞങ്ങൾ അവിടെ നിന്ന് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ കാട്ടിത്തരാട്ടാ. ഇപ്പൊ ഞങ്ങൾ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ കനലിൽ കയറി മന്തി വാങ്ങിച്ചു കഴിച്ചു. ഈ വർഷം ഇനിയും ലാസ്റ്റ് തവണയാണല്ലോ ഇനി മന്തി തിന്നെ. ഇനിയിപ്പോൾ അടുത്ത കൊല്ലല്ലേ തിന്നാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങള് നല്ല ക്രേവിങ്സ് തോന്നിയപ്പോൾ ഞങ്ങൾ കനലിൽ കയറി മന്തി വാങ്ങിച്ചു. ഗൈസ് മന്തി കാട്ടി കൊടുക്കോമ്മീ. കണ്ടാ? അടിപൊളി.
അപ്പൊ ഇത് തിന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. എനിക്കറിയാം ഈ വീഡിയോ കാണുമ്പോൾ കുറെ പേർക്ക് കൊതി ഉണ്ടാവുന്നു, പക്ഷെ നിങ്ങൾ ആരും കൊതിയിടരുത്, നിങ്ങൾക്കും തിന്നാൻ മന്തി. പക്ഷെ ഇതിന് കണ്ട് കൊതിയിടരുത്. ഇതെന്തായാലും ഞാൻ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇടത്തുള്ളൂ, അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ കൊതിയിട്ടാലും എനിക്ക് കൊതി കേൾക്കാൻ പോകുന്നില്ല. അപ്പൊ ബൈ. ഇന്ന് 2026 ജനുവരി 1-ാം തീയതിയാണ്. എന്ത് പ്രത്യേകത എന്താ? ഉറക്ക പറഞ്ഞു കേട്ടെ. ഇന്നപ്പോ ഹാപ്പി ന്യൂ ഇയർ ആണ്. അപ്പൊ ഇന്ന് ഞങ്ങള് കഴിഞ്ഞ ദിവസം പോയപ്പോ അങ്കമാലിന്ന് കുറച്ച് പടക്കമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മമ്മി പടക്കം കൊടുത്തുണ്ടോ മമ്മി? അപ്പൊ ഞങ്ങള് പൊട്ടിക്കാൻ പോണ്. ഞങ്ങളങ്ങനെ സത്യം പറഞ്ഞാൽ പടക്കമൊന്നും വാങ്ങിച്ചങ്ങനെ പൊട്ടിക്കുന്ന ടീംസ് ഒന്നും അല്ല. പക്ഷെ ഇന്ന് ഈ വർഷം കുറച്ച് പടക്കമൊക്കെ വാങ്ങിച്ച് പടക്കവും കമ്പിത്തിരിയൊക്കെ വാങ്ങിച്ച് പൊട്ടിക്കാന്ന് കരുതി. അല്ലേ എം ജി? ഗൈസ് കണ്ട കുറച്ചാ വാങ്ങിച്ചോളൂ. കാരണം ഞങ്ങൾ പറഞ്ഞില്ലേ ഇത് ഫസ്റ്റ് ടൈം ആണ് ആക്ച്വലി വീട്ടില് പടക്കം വാങ്ങിച്ച് പൊട്ടിക്കുന്ന പരിപാടിയൊക്കെ. കഴിഞ്ഞ ദിവസം ഞങ്ങള് മലയാറ്റൂര് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നക്ഷത്ര തടാകവും മറ്റേ കാർണിവല് കണ്ടതിനൊക്കെ വീഡിയോ എടുത്തു. പപ്പാനീനെ കത്തിക്കാൻ നിന്നില്ല ഞങ്ങള്, കാരണം നല്ല തിരക്കായിരിക്കുമല്ലോ. അപ്പൊ ഞങ്ങള് നേരത്തെ ഇങ്ങോട്ട് പോകുന്നു. ഞാനും മമ്മിയും മാത്രം പോയുള്ളൂ കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ ഇന്നലെ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് പടക്കവും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നത്. പക്ഷെ ഇന്നലെ കത്തിച്ചില്ല. ഇന്നലെ പക്ഷെ ഞങ്ങൾ കുറച്ച് കത്തിച്ചു. മീൻസ് 2025 കഴിഞ്ഞ് 2026 കിടങ്ങുന്ന സെക്കൻഡുകളില്ലേ, 12 മണി കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞങ്ങള് കുറച്ച് എന്ത് സാധനം മത്താപ്പും കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ ഞങ്ങൾ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് അപ്പച്ചനും അമ്മച്ചിയും ഉറങ്ങാണ്ട് ഞാൻ പിടിച്ചെണീപ്പിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പടക്കം പൊട്ടിച്ചിട്ട് വരാം അല്ലേ? എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ. അപ്പച്ചൻ ഇതിനെന്താ പറയുക? മാലപ്പടക്കം കത്തിക്കാൻ പോകുന്നു ഗൈസ്. ഇത് ഞങ്ങള് എവിടുന്ന മലയാറ്റൂര് ഞങ്ങൾ കാർണിവൽ കാണാൻ പോയിന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്ന് ഞങ്ങള് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് എത്രയായിരുന്നു അമ്മേ? 200 രൂപയായിരുന്നു. കിച്ചണിൽ വെക്കാൻ പറ്റുന്ന നല്ല രസമുള്ളൊരു സാധനം. ഇത് കണ്ടപ്പോൾ തന്നെ മമ്മി വാങ്ങണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി വാങ്ങിച്ചതാണ്. നല്ല രസമില്ലേ? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ. കാപ്പി കളറ്, നല്ല കളർ കോമ്പിനേഷൻ. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം ഇതാണ്, ഗ്രീൻ. ഞങ്ങളുടെ കിച്ചണിൻ്റെ കബോർഡിൻ്റെ സാധനങ്ങളൊക്കെ ഗ്രീനാണ് കളർ. അപ്പോൾ ഇത് നല്ല മാച്ചിങ് അല്ലേ? ഇത് ഞങ്ങളുടെ അടിയിലത്തെ ടൈലും അങ്ങനെയാണ്. അപ്പോൾ ഇത് രണ്ടും ഞങ്ങൾ വാങ്ങിച്ചാണ് ഗൈസ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. മമ്മിക്ക് ഇഷ്ടപ്പെട്ടാ? മമ്മിക്ക് ഇഷ്ടപ്പെടും. കാരണം കിച്ചണിലേക്ക് എന്ത് സാധനം വാങ്ങിച്ചാലും മമ്മിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് ബലം പിടിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല രസമല്ലേ?